ഹിമാചലിലെ നമ്മുടെ ഗ്രാമത്തിൽ വീണ്ടും ഒരു വസന്തകാലം ആരംഭിച്ചിരിക്കുകയാണ്. മഞ്ഞെല്ലാം ഒരുക്കിത്തീർന്നു, പ്ലം മരങ്ങളെല്ലാം പൂവിട്ട് കഴിഞ്ഞു. 2 ആഴ്ച മുൻപ് വരെ മഞ്ഞ് മൂടിക്കിടുന്ന സ്ഥലങ്ങളാണ് ഇതെല്ലാം. ഈ പൂവിട്ട് നിൽക്കുന്നതെല്ലാം പ്ലം മരങ്ങളാണ്. ആപ്പിൾ മരങ്ങൾ പൂവിടാൻ ഇനിയും 1 മാസം കൂടിയുണ്ട്. അതുപോലെ തന്നെയാണ് വിളവെടുപ്പിൻ്റെ സമയവും. ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലായാണ് ആപ്പിളുകൾ വിളവെടുപ്പിന് തയ്യാറാവുക. എന്നാൽ പ്ലം പഴങ്ങൾ ജൂലൈ മാസത്തോടെ വിളവെടുപ്പിന് തയ്യാറാകും. ഇവിടുത്തെ വസന്തകാലത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഹിമാചൽ പ്രദേശിലെ വസന്തകാലത്തിൻ്റെ വരവറിയിച്ചുകൊണ്ട് നടത്തുന്ന ഉത്സവമാണ് ഫാഗുലി ഫെസ്റ്റിവൽ അഥവാ മാസ്ക് ഫെസ്റ്റിവൽ. ഹിമാചലിലെ ഷിംല, കിന്നൗർ, കുളു ജില്ലകളിൽ നടത്തുന്ന ഉത്സവമാണ് ഫാഗുലി. എല്ലാ വർഷവും ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിലായാണ് ഈ ഉത്സവം നടത്താറുള്ളത്. ഫാഗുലി എന്നത് ഇവരുടെ കൂട്ടായ്മയുടെ ആഘോഷം കൂടിയാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ആഘോഷം തിന്മയ്ക്കെതിരെ നന്മയുടെ വിജയമായിട്ടാണ് കണക്കാക്കുന്നത്. വൈക്കോൽ കൊണ്ടുള്ള വസ്ത്രങ്ങളും മാസ്കും ധരിച്ചെത്തുന്ന ഈ നർത്തകർ ദേവതകളുടെ പ്രതീകമാണ്. ഗ്രാമങ്ങളിൽ നിന്നും പൈശാചിക ശക്തികളെ തുരത്താനും നല്ല വിളവ് ഉറപ്പാക്കാനുമാണ് ഈ ആഘോഷം. വനത്തിൽ നിന്നും ഷാരുളി എന്നറിയപ്പെടുന്ന പുല്ല് ശേഖരിച്ച് ദിവസങ്ങളെടുത്താണ് ഇവർക്കുള്ള വസ്ത്രങ്ങൾ തയ്യാറാക്കുന്നത്. ഫാൽഗൺ മാസത്തിലാണ് ഉത്സവം നടത്താറുള്ളതെങ്കിലും കുളു ജില്ലയിലെയും കിന്നൗർ ജില്ലയിലെയും ഉത്സവ ദിവസങ്ങളിൽ വ്യത്യാസമുണ്ടാവും. ശൈത്യകാലത്തിൻ്റെ കെടുതികൾക്ക് അവസാനമിട്ടുകൊണ്ട് പുതിയ കാർഷിക സീസണിനെ സ്വീകരിക്കാനുള്ളതാണ് ഈ ഉത്സവം. അതുകൊണ്ട് തന്നെ ഇത് ഇവർക്ക് പ്രതീക്ഷയുടെ ഉത്സവമാണ്. ദുഷ്ടശക്തികളെ അകറ്റാനായി ദേവതയുടെ വിഗ്രഹവുമായി ഓരോ ഗ്രാമങ്ങളിലൂടെയും ഇവർ സഞ്ചരിക്കും. അതുവഴി അടുത്ത കാർഷിക സീസണിൽ മികച്ച വിളവ് ലഭിക്കും എന്നാണ് ഇവരുടെ വിശ്വാസം. നൃത്തം ചെയ്യുന്നവർക്ക് ധരിക്കാനുള്ള ഷാരുളി പുല്ല് ശേഖരിക്കാനായി വളരെ ആഘോഷമായിട്ടാണ് ഇവർ കാട്ടിലേക്ക് പോകുന്നത്. ഇവർ ചെയ്യുന്നത് വെറുമൊരു നൃത്തം മാത്രമല്ല. മന്ത്രങ്ങളും പ്രാർത്ഥനകളും ഉരുവിട്ടുകൊണ്ടുള്ള ഈ നൃത്തം ദുരാത്മാക്കളെയും ദുഷ്ടശക്തികളെയും ആട്ടിപ്പായിക്കാനുള്ളതാണ്. ഫാഗുലി ഉത്സവം കൃത്യമായി നടത്തിയില്ലെങ്കിൽ ഗ്രാമത്തിൽ ക്ഷാമവും കൃഷിനാശവും ഉണ്ടാവും എന്നാണ് ഇവരുടെ വിശ്വാസം. ദിവസം മുഴുവൻ നൃത്തം ചെയ്യേണ്ടതിനാൽ ഇവർക്ക് നല്ല ഊർജം ആവശ്യമുണ്ട്. അതുകൊണ്ട് നൃത്തം ചെയ്യാനുള്ളവരെ ദിവസങ്ങൾക്ക് മുൻപ് തന്നെ പ്രത്യേകം താമസിപ്പിച്ച് ഭക്ഷണം നൽകും. ഇവരുടെ വീട്ടുകാർ ഉൾപ്പെടെ ആരെയും ഇവരുടെ അടുത്തേക്ക് പ്രവേശിപ്പിക്കില്ല. നൃത്തം ചെയ്യാനുള്ളവരെ പ്രത്യേകം തിരഞ്ഞെടുക്കുകയാണ് പതിവ്. ഗ്രാമങ്ങളിൽ നിന്നും ഗ്രാമങ്ങളിലേക്ക് ഓരോ വീടുകളിലൂടെയും പത്തായപ്പുരകളിലൂടെയും സഞ്ചരിച്ച് ഇവർ ഐശ്വര്യത്തിൻ്റെ വിളംബരം അറിയിക്കും. ഗ്രാമത്തിലുള്ളവരും ഇവരെ പിന്തുടർന്ന് വലിയ ആഘോഷമായിട്ടാണ് മറ്റു ഗ്രാമങ്ങളിലേക്ക് പോവുക. ഇവരെ പിന്തുടർന്ന് ഇവരോടൊപ്പം മറ്റ് ഗ്രാമങ്ങളിലേക്ക് ഞാനും പോകാറുണ്ട്. അതിന് പല കാരണങ്ങളുണ്ടെങ്കിലും അതിലൊന്നാണ് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ സാധനം. പല വീടുകളിൽ നിന്നും പ്രസാദമായി കിട്ടാറുള്ളതാണ് റവ കൊണ്ടുണ്ടാക്കുന്ന ഈ ഹൽവ. സൗത്ത് ഇന്ത്യൻ വിഭവമായ കേസരിയുടെ രുചിയോട് ഏതാണ്ട് സാദൃശ്യമുള്ളതാണ് ഇത്. നാട്ടുകാർക്കൊപ്പം ഗ്രാമങ്ങളിലൊക്കെ ചുറ്റിക്കറങ്ങി നടക്കുന്നതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന് ഇതാണ്.
പിണക്കങ്ങളോ പരിഭവങ്ങളോ ഇല്ലാതെ എല്ലാവരും കൂടിച്ചേർന്ന് കൈകൾ കോർത്തു പിടിച്ചുള്ള ഈ നൃത്തം ഇവരുടെ കൂട്ടായ്മയുടെ ആഘോഷമാണ്. നമ്മുടെ നാട്ടിലെ ഉത്സവപ്പറമ്പിലും പൂരപ്പറമ്പിലുമെല്ലാം കാണുന്നത് പോലെ മധുര പലഹാരങ്ങളും കളിപ്പാട്ടങ്ങളുമെല്ലാം വിൽക്കുന്നവർ ഇവിടെയുമുണ്ട്. ഇവിടെ ഇങ്ങനെയൊരു കാഴ്ചയുണ്ട്. ഉത്സവം കാണാനായി വീടിൻ്റെ മേൽക്കൂരയിൽ സ്ഥാനം പിടിച്ചിരിക്കുകയാണ് ഈ സ്ത്രീകൾ. ഫാഗുലി ഉത്സവം കഴിയുന്നതോടെ ഇവിടുത്തെ കാർഷിക സീസൺ ആരംഭിക്കുകയായി. അതോടെ ഇവിടുത്തെ കൃഷിയിടങ്ങളെല്ലാം ഉണർന്നു കഴിയും. ആപ്പിളിന് ഇടവിളയായിട്ട് മട്ടർ അഥവാ ഗ്രീൻ പീസ് ആണ് ആദ്യം കൃഷി ചെയ്യുന്നത്. പിന്നീട് ചോളവും ഗോതമ്പും യഥാക്രമം കൃഷി ചെയ്യും. പ്രധാന വിളയായ ആപ്പിളിനേക്കാൾ പലപ്പോഴും ഇവർക്ക് ലാഭമുണ്ടാക്കി കൊടുക്കുന്നത് ഇടവിളയായി കൃഷി ചെയ്യുന്ന ഗ്രീൻ പീസും ചോളവുമൊക്കെയാണ്. മട്ടർ അഥവാ ഗ്രീൻ പീസിൻ്റെ വിളവെടുപ്പിനെക്കുറിച്ച് നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ബന്ദി ദേവി അമ്മൂമ്മ നമ്മുടെ തോട്ടത്തിൽ തിരക്കിലാണ്. വെളുത്തുള്ളി കൃഷി ചെയ്യുകയാണ് അമ്മൂമ്മ. അമ്മൂമ്മയെ മുൻപ് പല വീഡിയോകളിലായി കാണിച്ചിട്ടുണ്ട്. 86 വയസ്സുണ്ട് ബന്ദി ദേവി അമ്മൂമ്മയ്ക്ക്. ഇപ്പോഴും ആൾ ആക്റ്റീവാണ്. ജീവിതശൈലി രോഗങ്ങൾ ഒന്നും തന്നെയില്ല. ഇവരുടെ ജീവിത രീതി തന്നെയാണ് അതിന് കാരണം. അതിഥികൾ ഇല്ലാത്ത ദിവസങ്ങളിൽ എൻ്റെ വിശേഷം തിരക്കാനായി അമ്മൂമ്മ ഹോം സ്റ്റേയിലേക്ക് എത്താറുണ്ട്. വരുമ്പോൾ എനിക്ക് എന്തെങ്കിലും സമ്മാനവും കരുതിയിട്ടുണ്ടാവും, പ്രത്യേകിച്ചും പഴങ്ങളുടെ സീസണുകൾ. കൃഷിപ്പണിയെല്ലാം കഴിഞ്ഞ ശേഷം കുളിച്ചൊരുങ്ങി വീണ്ടും ഒരിക്കൽ കൂടി അമ്മൂമ്മ നമ്മുടെ ഹോം സ്റ്റേയിലേക്ക് എത്തി. ചെമ്മരിയാടിൻ്റെ രോമത്തിൽ നിന്നും നൂലുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തരണം എന്ന് ഞാൻ അമ്മൂമ്മയോട് പറഞ്ഞിരുന്നു. അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അമ്മൂമ്മ വീണ്ടും നമ്മുടെ ഹോം സ്റ്റേയിലേക്ക് എത്തിയത്. പട്ട് നെയ്യുമ്പോൾ പാടുന്ന പഹാടികളുടെ നാടോടി ഗാനമാണ് ഇത്. അമ്മൂമ്മയുടെ വീട്ടിലെ തന്നെ ചെമ്മരിയാടിൻ്റെ വെട്ടിയെടുത്ത രോമമാണ് ഇത്. ഇവർക്ക് ആവശ്യമുള്ള മഫ്ലറുകളും സോക്സുമെല്ലാം ഇവർ തന്നെയാണ് നെയ്തെടുക്കുന്നത്. വയസ്സിൻ്റെ ചുറുചുറുക്കാണ് ഈ കാണുന്നത്. ജീവിതശൈലി രോഗങ്ങൾ ഒന്നും തന്നെയില്ല എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ശുദ്ധമായ വായുവും ശുദ്ധമായ ഭക്ഷണവും കിലോമീറ്ററുകളോളം കുന്നും മലയും കയറിയുള്ള നടത്തവുമാണ് അമ്മൂമ്മയെ ഇപ്പോഴും ആക്റ്റീവായി നിലനിർത്തുന്നത്. നമ്മുടെ ഗ്രാമത്തിലെ മഞ്ഞെല്ലാം ഉരുകിക്കഴിഞ്ഞെങ്കിലും ഗ്രാമത്തിൽ നിന്നും 10 കിലോമീറ്റർ അകലെയുള്ള ഗഡാഗുഷനി എന്ന പട്ടണം ഇപ്പോഴും മഞ്ഞു മൂടിക്കിടക്കുകയാണ്. മാർച്ച് മാസം കഴിയുന്നതോടെ ഇവിടുത്തെ മഞ്ഞെല്ലാം ഉരുകിത്തീരും. 1 മാസം മുൻപ് വരെ നമ്മുടെ ഗ്രാമത്തിലും ഇതായിരുന്നു അവസ്ഥ. ഗ്രാമത്തിലെ പുതിയ കാഴ്ചകളുമായി വീണ്ടും എത്താം. അതുവരെ കാത്തിരിക്കൂ. നമ്മുടെ ഗ്രാമത്തിലെ മഞ്ഞ് വീഴ്ച കാണാത്തവർക്ക് വേണ്ടി ആ കാഴ്ചകൾ ഒരിക്കൽ കൂടി കാണിക്കുന്നു.
വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവേത് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എന്തു തന്നെയായാലും അത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക.